ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലീഡ് കോഡിലെ 2677 ചങ്ക് അറേ അതെന്താണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ARRൽ ഇങ്ങനെ ഒരു അറേ തന്നിട്ടുണ്ടാവും, അതിന്റെ സൈസും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സൈസുള്ള അറേകൾ, ചെറിയ ചെറിയ അറേകൾ നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് അതായിരിക്കണം ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അറേ ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻ ടു സബ് അറേ സച്ച് ഈച്ച് വിത്ത് വൺ എലമെന്റ്, ഒരു എലമെന്റ് ഉള്ള അറേകൾ നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അറേ തന്നിട്ടുണ്ട്. ഇതിൽ സൈസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 എലമെന്റ്സ് ഉള്ള അറേകൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. ഇതിൽ ടോട്ടൽ 5 ഡിജിറ്റുകളേ ഉള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് അറേയിൽ 2 ഡിജിറ്റേ വരുന്നുള്ളൂ. ആദ്യത്തേതിൽ 3, രണ്ടാമത്തേതിൽ 2 വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറേ ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻ ടു സബ് അറേ വിത്ത് 3 എലമെന്റ്സ്. ഹൗവർ ഓൺലി 2 എലമെന്റ്സ് ആർ ലെഫ്റ്റ് ഫോർ സെക്കൻഡ് സബ് അറേ. ഓക്കെ, അടുത്ത എക്സാമ്പിളിൽ നമുക്ക് സൈസ് 6 ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ 5 എലമെന്റ്സ് ഉള്ള അറയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 5 എലമെന്റ്സ് നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, അടുത്തതിൽ നമുക്ക് എം ടി അറയാണ് തന്നിരിക്കുന്നത്. എം ടി അറേ തന്നു കഴിയുമ്പോൾ സൈസ് 1 ആണ്. പക്ഷെ എം ടി അറേ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് എം ടി തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടേണ്ടത്. നമുക്ക് ഈ കോഡ് ഒന്ന് ചെയ്തു നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ലീഡ് കോഡിൽ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് വാർ ചങ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ARR സൈസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് എഴുതാം. ഓക്കെ, നമ്മൾ കോഡ് എഴുതി. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്തിച്ച് നോക്കാം. കേസ് 1 ഔട്ട്പുട്ട് വേണ്ടതും എക്സ്പെക്റ്റഡും കറക്റ്റ് ആണ്. കേസ് 2 നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഔട്ട്പുട്ടും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും കറക്റ്റ് ആണ്. 3 വരുമ്പോഴും കറക്റ്റ് ആയിട്ട് കിട്ടി, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 വരുമ്പോഴും എം ടി അറേ കിട്ടി, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിലെ കീ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഈ ARR സൈസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ARRൽ വി വാണ്ട് വൺ ടു സ്പ്ലിറ്റ്, നമുക്ക് തരുന്ന അറയാണ് ARR എന്ന് പറയുന്നത്. സൈസ് എന്ന് പറയുന്നത് ഹൗ ബിഗ് ഈച്ച് ചങ്ക് ഷുഡ് ബി, എത്ര വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഓരോ അറയുടെ സൈസ് എന്താണെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് റിസൾട്ട് അറേ, നമുക്ക് റിസൾട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റ് റിസൾട്ട്, ഒരു എം ടി അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂപ്പിലേക്ക് വരും, ഫോർ ലൂപ്പിലേക്ക് വരും. പിന്നെ ഇവിടെ ലൂപ്പ് ത്രൂ ദ അറേ നമ്മൾ ഇവിടെ വരുമ്പോൾ ഐ പ്ലസ് ഈക്വൽ ടു, സാധാരണ നമ്മൾ ലൂപ്പ് എഴുതുമ്പോൾ ഐ പ്ലസ് പ്ലസ് മാത്രമാണ് നമ്മൾ സാധാരണത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇതിൽ നമ്മൾ ചെയ്യാറുള്ളത്. ഇതിൽ വരുമ്പോൾ ഐ പ്ലസ് ഈക്വൽ ടു സൈസ് ആണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ജംപ് ബൈ സൈസ് ഈച്ച് ടൈം ടു മൂവ് ടു ദ നെക്സ്റ്റ് ചങ്ക്. ഓക്കെ, അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സ്ലൈസ് ദ അറേ. ഇവിടെ നമ്മൾ സ്ലൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഒരു അറേ ഡോട്ട് സ്ലൈസ് ഐ പ്ലസ് സൈസ്, ഇത് എന്താണെന്നുള്ളത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക് എ പോർഷൻ ഓഫ് ദ അറേ ഫ്രം ഇൻഡെക്സ് ഐ അപ് ടു ഐ പ്ലസ് സൈസ് നോട്ട് ഇൻക്ലൂഡിങ് ഐ പ്ലസ് സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിളിൽ ഇഫ് ARR എന്ന് പറയുന്നത് 1 2 3 4 ഈ ഒരു അറേ ആണെങ്കിൽ സൈസ് നമുക്ക് 2 തന്നാൽ ഫസ്റ്റ് സ്ലൈസ് എങ്ങനെയാണ് ARR ഡോട്ട് സ്ലൈസ് 0,2 0 എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂ ആണ് പറയുന്നത്. ഇൻഡെക്സ് വാല്യൂ 0 തൊട്ട് ഇൻഡെക്സ് വാല്യൂ 0 എന്ന് പറയുന്നത് 1, ഇൻഡെക്സ് വാല്യൂ 1 എന്ന് പറയുന്നത് 2, ഇൻഡെക്സ് വാല്യൂ 2 വരെയാണ് വേണ്ടത്. ഓക്കെ, ഇൻഡെക്സ് വാല്യൂ 2 എന്ന് പറയുന്നത് ഈ 3 1 2 3. ഓക്കെ, നമ്മൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇൻഡെക്സ് വാല്യൂ 2 വരെയാണ് 2 വരെ 2 - 1 ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം മാത്രമാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അടുത്ത ഇതിൽ അറേ ഡോട്ട് സ്ലൈസിൽ 2 4 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് വാല്യൂ 2 മുതൽ ഇൻഡെക്സ് വാല്യൂ 2 എന്ന് പറയുന്നത് 3 ആണ്, 4 വരെ ഇൻഡെക്സ് വാല്യൂ 4 എന്ന് പറഞ്ഞാൽ 5 ആണ്, 5 വേണ്ട അതിന് തൊട്ട് മുമ്പ് വരെ. അപ്പോൾ വരുന്ന വാല്യൂ 3ഉം 4ഉം ആണ് നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ കിട്ടേണ്ടത്. അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ റിസൾട്ട് ഡോട്ട് പുഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഡോട്ട് പുഷ് ആഡ് ദാറ്റ് സ്ലൈസ് ചങ്ക് ഇൻ ടു അവർ ഫൈനൽ അറേയിലേക്ക്, ആ കിട്ടുന്ന എമൗണ്ടിനെ, കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ അതിലേക്ക് എടുത്തു വെക്കാം. ഓക്കെ, പിന്നെ റിട്ടേൺ ചെയ്യുമ്പോൾ ഫൈനൽ വി റിട്ടേൺ ദ അറേ ഓഫ് ചങ്ക്സ്. അതാണ് ഈ ഒരു കൺസെപ്റ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ലീഡ് കോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറച്ച് കീ കൺസെപ്റ്റുകളുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്തു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ എഴുതിയിരിക്കുന്ന ഇത് നമ്മൾ പ്ലസിന് പകരമായിട്ട് പ്ലസ് ഈക്വൽ ടു സൈസ് ആണ് ഉപയോഗിച്ചത്. പിന്നെ സ്ലൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞു, എന്താണ് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് മുതൽ എൻഡിങ് ഇൻഡെക്സ്, എൻഡ് മൈനസ് എന്നൊക്കെ പറഞ്ഞില്ലേ, 5 എടുക്കില്ല, 5 വരില്ല, 4 വരെ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇവിടെ പറഞ്ഞത്. എൻഡ് -1 വരെയാണ്. ഡസ് നോട്ട് ചേഞ്ച് ദ ഒറിജിനൽ അറേ, നമ്മളിത് ചേഞ്ച് ചെയ്യില്ല. ആൻഡ് യൂസ് ഹിയർ എ ഗ്രാബ് ചാൻസ്. ഓക്കെ, പിന്നെ പുഷ് നമ്മളിവിടെ പറഞ്ഞു, ആഡ് ആൻ എലമെന്റ് ടു ആൻ എൻഡ് ഓഫ് ദ അറേ. ഹിയർ വി ആർ ആഡിങ് ഈച്ച് ചാൻസ് ടു ദ റിസൾട്ട്.
ഓക്കെ, റിസൾട്ടിലേക്ക് നമ്മൾ ഇതിനെ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ കോൺസ്റ്റ് റിസൾട്ട് നമ്മൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തല്ലോ, ഇനിഷ്യലൈസ് ചെയ്യാൻ ന്യൂ അറേ ടു സ്റ്റോർ ദ ചങ്ക്സ്. കോൺസ്റ്റ് മീൻസ് വി വോണ്ട് ചേഞ്ച്, വി വോണ്ട് റീഅസൈൻ ഇറ്റ്, ബട്ട് വി ക്യാൻ സ്റ്റിൽ ആഡ് ടു ഇറ്റ്. ഓക്കെ, പിന്നെ അനോണിമസ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ, ഇതിൽ അനോണിമസ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ ആണ് വരുന്നത്. അനോണിമസ് ഫംഗ്ഷൻ ആണിത്. കാരണം എന്താ വെച്ചാൽ ഈ വാർ ചങ്ക് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ അറേ സൈസ് വരുന്നുണ്ട്. ഫംഗ്ഷൻ ഈസ് റീഅസൈൻ ടു എ വേരിയബിൾ. ഇവിടെ നമ്മൾ ഈ വാർ ചങ്ക് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഈ ഫംഗ്ഷനെ നമ്മൾ അസൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് ഹാസ് നോ നെയിം. സാധാരണ നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫംഗ്ഷൻ ഇപ്പൊ ചങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഒരു പേരായി. പക്ഷെ നമ്മൾ ഇത് ഫംഗ്ഷനെ നമ്മൾ വാർ പറഞ്ഞിട്ട് ഒരു വാറിലേക്ക് നമ്മൾ ഈ ചങ്ക് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ട് ഫംഗ്ഷൻ ഇവിടെ പേരില്ല. അതുകൊണ്ടാണ് ഇത് അനോണിമസ് ഫംഗ്ഷൻ ആവുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ. പിന്നെ പ്യൂർ ഫംഗ്ഷൻ. പ്യൂർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഫംഗ്ഷൻ ഡസ് നോട്ട് ചേഞ്ച് ദ ഇൻപുട്ട് അറേ, ഇറ്റ് ഓൾവേസ് ഗീവ് ദ സെയിം ഔട്ട്പുട്ട് ഫോർ ദ സെയിം ഇൻപുട്ട്. അതിനാണ് പ്യൂർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പ്യൂർ ഫംഗ്ഷൻ എന്താണ്, അനോണിമസ് ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ എക്സ്പ്രഷൻ, ഇതെല്ലാം നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ക്ലാസ്സുകളിൽ നോക്കും. ഇപ്പൊ ഇത് ജസ്റ്റ് എന്താണെന്ന് മാത്രം ഈ ലീഡ് കോഡിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മാത്രമാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഇതിൽ ഷാലോ കോപ്പി ആയിട്ടാണ് വെക്കുന്നത്. സ്ലൈസ് ഓഫ് വെച്ചിട്ട്, സ്ലൈസ് ഓഫ് ഗീവ് എ കോപ്പി ഓഫ് പാർട്ട് ഓഫ് ദ അറേ ബട്ട് ഇറ്റ് നോട്ട് കോപ്പി ദ ടോപ്പ് ലെവൽ. ഇഫ് ദർ ഈസ് എ ഒബ്ജക്ട് ഇൻസൈഡ് ദേ സ്റ്റിൽ പോയിന്റ് ടു ദ സെയിം മെമ്മറി. ഓക്കെ, അപ്പോൾ സ്ലൈസ് ഓഫ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഷാലോ കോപ്പി ആയിട്ട് ചെയ്യുന്നു. പിന്നെ ഇതിൽ പ്യൂർ ഫംഗ്ഷൻ ഉണ്ട്, അനോണിമസ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളിവിടെ കോൺസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പുഷ് ഓഫ് യൂസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഇത്രയും കീ ജാവാസ്ക്രിപ്റ്റ് കൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഈ ഒരു ലീഡ് കോഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 2677 എന്ന് പറഞ്ഞിട്ടുള്ള ലീഡ് കോഡിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്.